എങ്കിലും ഇത്തവണ കൗതുകത്തിന് കുറവില്ല. നീരാവിൽ SNDPY ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം ദൃശ്യാനുഭവമായി. കൊല്ലത്തെ മത്സ്യ കർഷകരുടെ ജീവിതവും കടലിനടിയിലെ പ്രശ്നങ്ങളുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. കഴിഞ്ഞ വർഷം A ഗ്രേഡ് കരസ്ഥമാക്കിയ ടീം ഇത്തവണയും നല്ല ശുഭപ്രതീക്ഷയിലാണ്. വേദിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തെരഞ്ഞുപിടിച്ച് കാണുന്ന ഐറ്റം ഏതാണ്? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും കാണാറുള്ളത് നാടകം തന്നെയാണ്. എന്തായാലും ഇത്തവണയും സ്കൂൾ കലോത്സവത്തിന് നാടകങ്ങൾക്ക് ഒട്ടും കുറവില്ല. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒരു നാടകം ടീമാണ്. അവരുടെ നാടകം കുറച്ചധികം പ്രിയപ്പെട്ടതാണ്, കുറച്ചധികം സ്പെഷ്യലാണ്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാം. നിങ്ങളുടെ നാടകത്തിന്റെ പേരെന്തായിരുന്നു? നീണ്ടകരയിലെ കടൽ കൊള്ളക്കാർ. സ്വയം ഒന്ന് എല്ലാവരും പരിചയപ്പെടുത്താവോ? മുഹമ്മദ് ഹാഫിസ്. മോന്റെ പേരെന്താ? ശ്രീനിധി, ദിയ, ശ്രവണി, ഐഷ, അഭിനവ്, അനു, ഇത് നാടകത്തിന്റെ ഡയറക്ടറാണ്. അമാസ് എന്നാണ് പേര്. എന്താ നിങ്ങളുടെ നാടകം? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞു തരുമോ? ആയിഷ പറഞ്ഞോ. നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരും ഇതുവരെയായിട്ടും മുന്നോട്ട് വെക്കാത്ത ഒരു ആശയത്തെ മുന്നോട്ട് വെച്ചാണ് ഞങ്ങൾ വേദിയിൽ അരങ്ങേറിയത്. എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രകൃതിയെ സംരക്ഷിക്കണം, മനുഷ്യന് വേണ്ടി എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോഴും കടലിൻ്റെ അടിയിൽ ജീവിക്കുന്ന മീനുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ മീനുകളുടെ പ്രശ്നത്തെക്കുറിച്ചാണ് ഞങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചത്. അല്ലാതെ കുറേ പേര് ഈ കടലൊക്കെ കൊള്ളയടിച്ച് കുറെ സമ്പാദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കടലിൻ്റെ അടുത്തുള്ളത് ഒരു സ്വർണ്ണക്കൊട്ടാരോ സമ്പാദിക്കാനുള്ള ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവിടെ നിറഞ്ഞുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂമ്പാരാണ്. അല്ലാതെ മുതലാളികൾക്ക് സമ്പാദിക്കാനുള്ളതല്ല ഇപ്പോൾ കടലിലുള്ളത്. അവിടെ നിറച്ചും പ്ലാസ്റ്റിക്കാണ്. അവർ മത്സ്യങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം പ്ലാസ്റ്റിക്കാണ്. ആ ഒരു പ്രശ്നത്തെ സമൂഹത്തിന് മുന്നിലോട്ട് വെക്കാനാണ് ഞങ്ങൾ ഈ നാടകത്തെ അവതരിപ്പിച്ചത്. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഥ പറയുമ്പോഴാണ്. ഈ നീണ്ടകര എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്ത് തന്നെ നമ്മുടെ സ്ഥലമാണ്, അവിടുത്തെ ഒരു പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ഫാൻറ്റസി കഥ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നീണ്ടകരയിൽ കടലിൻ്റെ അടിയിൽ ഒരു സ്വർണ്ണക്കൊട്ടാരം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഒരു സ്വർണ്ണമീൻ ഉണ്ടെങ്കിലോ, അപ്പോൾ അവിടെയുള്ള മനുഷ്യർ അല്ലെങ്കിൽ ഈ മുക്കുവന്മാർ ഈ കടലിനടിയിൽ ഒരു സ്വർണ്ണക്കൊട്ടാരം ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തെങ്കിലും ചൂണ്ടയിൽ ഒരു സ്വർണ്ണമീൻ കയറും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്വർണ്ണമീൻ കയറിയാലോ ഒന്നും അവിടുത്തെ തൊഴിലാളികൾ ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല. അതും അവിടുത്തെ മുതലാളിത്തത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് തന്നെയാണ് ലോകത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ധാതുക്കളുണ്ടോ, എവിടെ സമ്പത്തുണ്ടോ, എവിടെ സ്വർണ്ണമുണ്ടോ, എവിടെ കൊള്ളയടിക്കാനുള്ള മുതലുണ്ടോ അവിടെ മുതലാളിത്തം കടന്നു ചെല്ലുക തന്നെ ചെയ്യും. പക്ഷേ അവിടെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്നത്. നിശബ്ദരായിട്ടുള്ളവരാണ് അവിടെ മരണപ്പെടുന്നത്. ഇവിടെയും മീനുകൾ ശബ്ദമില്ലാത്തവരാണ്. ആ മീനുകൾ തന്നെയാണ് ഇവിടെയും വേട്ടയാടപ്പെടുന്നത്. അതോടൊപ്പം ഒരു പറ്റം തൊഴിലാളികളും അവിടെ വേട്ടയാടപ്പെടുന്നുണ്ട്. മുതലാളിത്തം ഒന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര കഠിനമായിരുന്നു. വളരെ കഷ്ടപ്പെടായിരുന്നു. പക്ഷേ അതിലുപരി വളരെ സന്തോഷമുണ്ടായിരുന്നു. നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ കാരണം ബാക്കി എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടാലൊക്കെ ജയിക്കാന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞങ്ങൾ ആസ്വദിച്ചാണ്. നാടകം എന്ന് പറയുന്നത് ആസ്വദിച്ചതാണ്. അതാണ് ഞങ്ങൾ എന്താ ചെയ്തത്. രാത്രി പകൽ ഇല്ലാതെ പ്രാക്ടീസ്. എന്നാൽ അധ്യാപകം കൊണ്ടുപോവുക, ട്യൂഷന് പോവുക, ക്ലാസ്സിൽ പോവുക, അടിക്കുക. അതിനൊപ്പം ഈ നാടകം ഞങ്ങളുടെ ഒരു ഹോബി ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോയി. കളിച്ചിറങ്ങിയപ്പോൾ എല്ലാവരും എന്തു പറഞ്ഞു? എല്ലാവരും അടിപൊളിയായെന്ന് പറഞ്ഞോ? ഭയങ്കര ഹാപ്പിയായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ഇങ്ങനെ സംസ്ഥാന കലോത്സവത്തിലെത്തി അഭിനയിച്ച് തകർത്ത് ഇറങ്ങുമ്പോൾ ഒരു സംതൃപ്തി തോന്നിയോ? നന്നായിട്ട് തോന്നി, നമ്മുടെ നാടകം അടിപൊളിയായിരുന്നു തോന്നി? അത് നമുക്ക് തോന്നും. അത് കാരണം ഈ ഓരോരുത്തര് നമ്മൾ അവതരിപ്പിക്കുന്നത് ആൾക്കാരുടെ കണ്ണൊക്കെയാണ്. അപ്പോൾ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്താണ് തോന്നുന്നത് നമുക്ക് അവരുടെ കണ്ണിലൂടെ മനസ്സിലാക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്, വേറെ ഫീലാണ്. അതെ, വേറെ ഫീല്. അത് എന്നെക്കാട്ടിൽ അറിയാൻ പറ്റുന്നത് ഇവിടെ നല്ല വൃത്തിയായിട്ട് അഭിനയിച്ച എൻ്റെ കൂട്ടുകാർക്കാണ്. ഞങ്ങളുടെ ഡേവിഡിനും സ്വർണ്ണമീനൊക്കെ തകർത്താടുമായിരുന്നു അവിടെ ഇരുന്ന്. സ്വർണ്ണമീൻ്റെ അടുത്ത് ഞാൻ അവസാനം വന്നതാണ്. സ്വർണ്ണമീൻ എന്താണ് തോന്നുന്നത്? അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? നല്ലോണം അഭിനയിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് നല്ലോണം ചെയ്ത പോലൊക്കെ തോന്നി. കടൽ കൊള്ളക്കാർ കുറെ പിടിച്ച് വലിച്ചോ? വലിച്ചു ശ്വാസം മുട്ടി. കഴിഞ്ഞ വർഷം A ഗ്രേഡ് വാങ്ങിച്ച് ഇവിടുന്ന് പോയ ടീമാണ്. അതെ, കഴിഞ്ഞ വർഷം അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഒരു വരവെത്തിയേക്കാണ്. തിരുമ്പി വന്നിട്ടേ. അപ്പൊ ഇനി A ഗ്രേഡ് കൊണ്ട് ഇവിടുന്ന് പോവുള്ളൂ? അത്രേ ഉള്ളൂ. A ഗ്രേഡ് ഒക്കെ ഉള്ളതാ. കോൺഫിഡന്റ് ആണ്. A ഗ്രേഡ് അപ്പൊ എന്തായാലും ഇവര് കോൺഫിഡന്റ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നാടകങ്ങൾ എല്ലാ കാലത്തും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ചിന്തിക്കേണ്ട വിഷയങ്ങൾ എടുത്തു വരിക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.